രാഷ്ട്രീയം ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് ഒരിക്കൽ പോലും പ്രവചിക്കാനാവാത്ത തരത്തിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പൊട്ടിത്തെറിയും ഭിന്നതയും വാക്പോരും അതിനൊക്കെ ശേഷമുള്ള ഇറങ്ങിപ്പോക്കുകളൊക്കെയായി എല്ലാ പാർട്ടികളും മുന്നണികളും സജീവമാണ് രാഷ്ട്രീയത്തിൽ. അവിടെ കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ചില പുനഃസംഘടനകൾ കരുതി കൂട്ടി തന്നെ നടത്തി തീർത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിന്റെ ചൂടാറും മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി അടുപ്പിച്ചടുപ്പിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് ആശ്വാസമായ നേതാക്കളെ കൊടുക്കണം. ആ നേതാക്കൾക്ക് കൃത്യമായ ബോധ്യവും പ്ലാനിങ്ങും ഒക്കെ വേണം. അങ്ങനെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ കുറച്ചധികം കാലം കൊണ്ടുപോയി തന്റേതായ ഒരു രാഷ്ട്രീയ ഇടം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവാണ് മാങ്കൂട്ടം. ആ മാങ്കൂട്ടം ഈ അടുത്ത് രാജിവെച്ച് പദമൊഴിഞ്ഞപ്പോൾ അവിടേക്ക് മറ്റൊരു നേതാവ് ആര് എന്ന് കേരളം ഉറ്റുനോക്കിയതുമാണ്. എന്തായാലും ഈ കഴിഞ്ഞിടക്ക് നടന്ന പുനഃസംഘടനയിൽ OJ ജനീഷ് എന്ന തൃശൂരിന്റെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഷാഫി പറമ്പിലിന്റെയും KC വേണുഗോപാലിന്റെയും ഒക്കെ ഇഷ്ട ലിസ്റ്റിൽ കയറിക്കൂടിയ നേതാവിനിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ചില ഉപാധികൾ കൂടി ഇതേ നേതാക്കൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത്. അതിന് ഊർജം പകരുന്ന പ്രസംഗം ഇന്നലെ OJ ജനീഷ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മൈക്കിന് മുമ്പിൽ പതറുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സമയം. വാക്കുകൾക്ക് ഒരു വലിയ ക്ഷാമമുണ്ട്. കാരണം ഒരിക്കലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ സംഘടനയുടെ ഒരു പ്രാഥമിക അംഗമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടുള്ളതല്ല. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഈ സന്ദർഭം വരേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള എല്ലാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചും ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു നാളുകളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ചവരും അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാവരും സൂചിപ്പിച്ചു. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഈ സംസ്ഥാനത്തിനകത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ സംസ്ഥാനത്തിനകത്തിന് തുടരാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം വരാനിരിക്കുന്നൊരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു പുനഃസംഘടന ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരപരിപാടികളുമായും അതോടൊപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായും നമ്മൾ സംഘടനാ രംഗത്തും സമരരംഗത്തും ഒരുപോലെ തന്നെ സജീവമായി മുന്നോട്ട് പോകും. നമ്മൾ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ സംബന്ധിച്ചും നമ്മൾ ഏത് സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. പദവികൾക്കനുസരിച്ചിട്ടല്ല പലപ്പോഴും നമ്മളെയൊക്കെ ആളുകൾ വിലയിരുത്തുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികളൊക്കെ അനുസരിച്ച് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ സംഘടനാ ഭാരവാഹിത്വത്തിൽ ഉണ്ടാകാൻ ഇടയുള്ളൂ. ഈ കമ്മിറ്റി 2 വർഷക്കാലമായി ഇനിയുള്ള അവശേഷിക്കുന്ന ഒരു ടെനറാണ് നമ്മുടെ ഈ കമ്മിറ്റി മുമ്പിലുള്ളത്. ഞാൻ KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നതല്ല, ആ സമയത്ത് കിടപ്പാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മർദ്ദനത്തിൻ്റെ ഭാഗമായി 12 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ്, പരിപൂർണമായും ബെഡ് റിഡനായി കിടക്കുന്ന സമയത്താണ് KSU ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിക്കുന്നതും തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്മിറ്റി അഖിലേന്ത്യാ NSU കമ്മിറ്റി അത് ഡിസോൾവ് ചെയ്യുന്നതും. ഒരു ദിവസമാണ് ആ KSU ജില്ലാ കമ്മിറ്റിക്ക് ആയുസ് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റിയിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ അഭിജിത്തും അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുടർന്ന് KSUവിൻ്റെ പുനഃസംഘടന പ്രഖ്യാപിച്ചെങ്കിലും കടന്നു വരാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് പ്രായപരിധി കഴിഞ്ഞതിൻ്റെ ഭാഗമായി KSUവിൽ തുടരാൻ സാധിക്കാതെ മാറി നിൽക്കേണ്ട ഘട്ടം വന്നു. അപ്പോൾ സംഘടനാ രംഗത്ത് ഏത് പദവിയിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടാകുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് KSU ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന ആ ഒരു ദിവസത്തെ കാലഘട്ടമാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന തൃശ്ശൂരിൽ പ്രവർത്തിച്ച 3 വർഷക്കാലവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിപാടികൾ ജില്ലയിൽ നടക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കടന്നുപോയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നാളെ രാവിലെ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞുവെന്ന് നേതൃത്വം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഈ കമ്മിറ്റിയിൽ രേഖപ്പെടുത്താവുന്ന ഒരു പരിപാടി ആ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി പോയതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമാണ്, ഈ കമ്മിറ്റിക്ക് ഇനി ആകെ മുമ്പിലുള്ളത് വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണ്. ഈ കമ്മിറ്റിയുടെ ഒരു രാഷ്ട്രീയമായ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിനും നമുക്ക് നൽകിയിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത് 6-7 മാസങ്ങൾ മാത്രമാണ്. 6-7 മാസങ്ങൾക്കപ്പുറം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് നടത്തപ്പെടുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ
ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതിന് നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നത് മാസങ്ങൾ മാത്രമാണ്. ഓരോ മണിക്കൂറും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ച് നിർണായകമാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത അതൊരു ദിവസം ചെയ്ത് 2 ദിവസം ലീവ് എടുത്ത് മറ്റൊരു ദിവസം വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന ഒന്നല്ല. തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇന്ന് ചെയ്തതെല്ലാം തന്നെ നാളെ വീണ്ടും 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 ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. നിരന്തരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ, നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് സമരങ്ങൾക്ക് സാധ്യതകൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സമരവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ നിരന്തരമായി സമരം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. എല്ലാ രീതിയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിനകത്ത് ഭരണത്തിലിരിക്കുന്നത്. 9 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർച്ചയായ ഈ ഭരണം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ തുല്യമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എത്രമാത്രം മലീമസമാക്കും എന്നുള്ളതിൻ്റെ, ഒരു ഭരണ തുടർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചു പോകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാളിൽ പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഇപ്പോൾ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ സർക്കാർ ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ പറഞ്ഞ നയങ്ങളിലോ നിലപാടുകളിലോ ഉറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല. അവരുടെ മുന്നണിയുടെ നയരൂപീകരണങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പോലും അവർക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിലെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് PM ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചത്. ആ ഒപ്പുവെക്കുന്നതോട് കൂടി തന്നെ ഇന്നലകളിൽ നമ്മളൊക്കെ ആരോപിക്കുകയാണ്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് നമ്മളൊക്കെ നിരന്തരമായി ആരോപിച്ചിട്ടുള്ള കാര്യമാണ് ഈ സർക്കാരിന് സംഘപരിവാർ ചേരിയോട് ചെറിയ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെല്ലാം നിരന്തരമായി ആരോപിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊരു യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് പരിപൂർണമായും നരേന്ദ്രമോദിയും RSSും സംഘപരിവാറിനും വിധേയപ്പെട്ട ഒരു സർക്കാരാണ് എന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ ഈ സർക്കാർ ഇവിടെ കേരളത്തിനകത്ത് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ച്, ഒരു പൗരനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് ജീവൻ്റെ സുരക്ഷിതത്വമാണ്, സമാധാനപരമായ അന്തരീക്ഷമാണ്, ക്രമസമാധാനം നിലനിൽക്കണമെന്നുള്ളതാണ്. 2 ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യമാണ്, മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആരോഗ്യ മേഖലയുടെ ഒരു വലിയ പിന്തുണയുണ്ടാകണം. മനുഷ്യൻ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സ ലഭിക്കണം. ആ ആരോഗ്യ മേഖല ഈ സംസ്ഥാനത്തിനകത്ത് തകർന്നിരിക്കുകയാണ്. ക്രമസമാധാന മേഖല ഈ സംസ്ഥാനത്തിനകത്ത് പാടെ തകർന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാളുകളിലെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ നയമെന്ന് പറയുന്നത് കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്നതാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ഈ സർക്കാർ പുറകിലാണ് എന്നുള്ളതാണ്. നോക്കൂ, മനുഷ്യൻ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും കൊണ്ടുചെന്ന് അത് സമർപ്പിക്കുന്ന എവിടെയാണ്? അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവവിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. അതെല്ലാം ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽപ്പെട്ടതാണ്. അവരവരുടെ വിശ്വാസങ്ങളിൽ വെച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. ആ വിശ്വാസങ്ങളിൽ പോലും കടന്നു കയറുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറുകയാണ്. അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും കൊണ്ടുപോകുമ്പോൾ അവിടങ്ങളിൽ പോലും ഈ സർക്കാരിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയും തകർത്തൊരു സർക്കാരായി ഇന്ന് കേരളത്തിൻ്റെ സർക്കാർ മാറുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ നാട്ടിലെ പൗരൻ്റെ ഒരു സോഫ്റ്റ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്ന അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ ആരോഗ്യത്തിൽ, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ, അവൻ്റെ ക്രമസമാധാന സുരക്ഷിതത്വത്തിൽ, അവരുടെ ജീവിത നിലവാരത്തിൽ, തൊഴിൽ ലഭ്യതയിൽ എല്ലാ ഇടങ്ങളിലും പരിപൂർണമായ ഒരു പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാർ വീണ്ടും ഈ സംസ്ഥാനത്തിനകത്ത് തുടരണമോ എന്നുള്ളൊരു ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന് ഈ നാട്ടിലെ പൗരന്മാരുടെ മുമ്പിലേക്ക് വെക്കാനായിട്ടുള്ളത്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ നാട് ഒന്നടങ്കം നമ്മളോട് പറയുന്നത് ഈ സർക്കാരിന് തുടരാൻ പാടില്ല. ഈ സർക്കാരിനെതിരായ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ യൂത്ത് കോൺഗ്രസും മുന്നിട്ടിറങ്ങണമെന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിലെ ജനം മുഴുവനായും ആഗ്രഹിക്കുന്നത്. ഈ സമരങ്ങൾക്കും ഈ പോരാട്ടങ്ങൾക്കും എല്ലാമുള്ള പ്രചോദനം ജനങ്ങൾ തന്നെയാണ്. ഈ ആശയങ്ങൾക്കെല്ലാമുള്ള പ്രചോദനം ജനം തന്നെയാണ്. ജനമാണ് ഈ സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ചാലകശക്തിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. ബഹുമാന്യായ KPCCയുടെ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവസരങ്ങളുടെ ഒരു കലവറ ഞങ്ങൾക്ക് കിട്ടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്.
കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മളെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പറയും ഞങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞങ്ങൾ ഇത്തവണ ഇത്ര ശതമാനം സീറ്റ് വേണമെന്ന് മുൻകൂട്ടി തന്നെ പറയുന്നില്ല. പക്ഷേ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒരു 10 വർഷക്കാലത്തിനപ്പുറത്തുള്ള കോൺഗ്രസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതലായി യൂത്ത് കോൺഗ്രസ്സുകാരെ പരിഗണിക്കാൻ കേരളത്തിൻ്റെ ബഹുമാന്യരായ KPCC നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനും വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ സാന്നിധ്യം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിന് ഒരു കരുത്ത് നമുക്ക് പകരും. പ്രാദേശികമായി കരുത്തുള്ള ചെറുപ്പക്കാർ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ലോക്കൽ ബോഡി നേതൃത്വങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ നിലനിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും വേരുകളും ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തിനകത്ത് ഒരു ട്രയൽ റണ്ണാണ്. ഒരു സംശയവും വേണ്ട. 2010 ഈ സംസ്ഥാനത്തിനകത്ത് ആവർത്തിക്കും. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ ലോക്കൽ ബോഡിയിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ, കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ ഭരണസമിതികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF തിരിച്ചു പിടിച്ചുകൊണ്ട് കടന്നു വരും. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൈയടിച്ച് പാസ്സാക്കിയതുമായ ആ കാര്യം ബഹുമാന്യായ KPCC നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ് എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളൂ. അതോടൊപ്പം ഒന്നുകൂടി പറയട്ടെ, ഒരൊറ്റ യൂത്ത് കോൺഗ്രസ്സുകാർ പോലും സാധാരണ രീതിയിൽ കാണാറുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാറുള്ള ഏതെങ്കിലും ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ട് ഒന്ന് മാറി നിന്നേക്കാം, ആഗ്രഹിച്ചു കിട്ടിയില്ല അതുകൊണ്ടൊന്നൊന്ന് മത്സരിച്ചേക്കാം എന്ന രീതിയിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടാകില്ല. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ് വലുത്, ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ് വലുത്. അതിനെന്ത് ത്യാഗവും സഹിക്കാൻ നമ്മളും തിരിച്ചു ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മയോട് കൂടി തന്നെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട്